മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മേടം രാശി മുതൽ കന്നി രാശി വരെയുള്ളവരുടെ മാർച്ച് 18-ാം തീയതി മുതൽ 24-ാം തീയതി വരെയുള്ള പൊതുവാരഫലങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരു മേടത്തിലും കേതു കന്നിരാശിയിലും ശുക്രൻ ചൊവ്വ ശനി എന്നീ ഗ്രഹങ്ങൾ കുംഭത്തിലും സൂര്യൻ ബുധൻ രാഹു എന്നീ 3 ഗ്രഹങ്ങളും മീനത്തിലുമായിരിക്കും ഈ ആഴ്ച നിൽക്കുന്നത്. ചന്ദ്രൻ ഈ ആഴ്ച മിഥുനം കർക്കടകം ചിങ്ങം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ്. ആദ്യമായി അശ്വതി ഭരണി കാർത്തിക 1-ാം പാദം അടങ്ങുന്ന മേടക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളുടെ ആത്മധൈര്യത്തിൽ നല്ല വർധന ഉണ്ടാകും. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ടെൻഷൻ എടുക്കാൻ പാടില്ല. ഇത് നിങ്ങളുടെ ദൈനംദിന വർക്കുകളെ ബാധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ മറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും. ഈ സമയത്ത് വരുമാനത്തിൽ അല്പം കുറവ് വരുമെങ്കിലും ബഡ്ജറ്റ് അനുസരിച്ച് ചിലവുകൾ ചെയ്യുന്നതിനാൽ വലുതായ ഇമ്പാക്റ്റ് ഒന്നും തന്നെ വരുന്നതല്ലായിരിക്കും. ഇതിനെ നിങ്ങൾ നന്നായി മാനേജ് ചെയ്യുന്നതുമായിരിക്കും. കുടുംബത്തുള്ളവരുമായും മറ്റ് ബന്ധുക്കളുമായും ബന്ധം സുദൃഢമാകുന്നതാണ്. പൊതുരംഗത്ത് പ്രസിദ്ധി ലഭിക്കുന്നതായിരിക്കും. സ്റ്റേഷനറി, പച്ചക്കറി, തട്ടുകട, ബേക്കറി, ക്ഷീരവ്യാപാരം എന്നിങ്ങനെ ചെറിയ കച്ചവടം ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും. കൂടുതൽ ഇമോഷണൽ ആകാതെ എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലായി ചെയ്യുന്നത് ഉചിതമായിരിക്കും. പ്രോപ്പർട്ടികൾ വാങ്ങുന്നത് നന്നായി ആലോചിച്ചിട്ട് വേണം ചെയ്യുവാൻ. ആഴ്ചയുടെ അവസാനം വീട്ടിൽ ധാർമ്മിക കാര്യങ്ങൾ നടത്തുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 6 ആയിരിക്കും. ഇനി കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ജോലിസ്ഥലത്ത് നേരത്തെ ചെയ്ത കാര്യങ്ങളുടെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ്. മേലധികാരികൾ നിങ്ങളിൽ പ്രസന്നരാകുന്നതായിരിക്കും. എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ചെയ്യുവാൻ ലഭിക്കുന്നതാണ്. ഇത് ഓഫീസിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർ വരുമാനത്തിൻ്റെ പുതിയ സോഴ്സുകൾ അന്വേഷിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയം വളരെ നല്ലതായിരിക്കും. നേരത്തെ എടുത്ത തീരുമാനങ്ങൾ ഈ സമയത്ത് നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നതാണ്. കുടുംബസ്വത്ത് സംബന്ധമായി സഹോദരങ്ങളുമായി എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിൽ അത് അവസാനിക്കുന്നതായിരിക്കും. കലാരംഗത്തുള്ളവർക്ക് പേരും പെരുമയും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. ആഴ്ചയുടെ അവസാനത്തിൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ശുദ്ധ മനസ്സ് കാരണം നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കാൻ പാടില്ല. അത് ചിലപ്പോൾ നെഗറ്റീവ് ഫലങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ചിലവുകൾ കൂടുവാൻ സാധ്യതയുള്ളത് കാരണം അതിൽ കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കണം. ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കുകയോ ആരോടെങ്കിലും പൈസ കടം വാങ്ങുകയോ ചെയ്യാൻ പാടില്ല. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. ഇനി മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ബന്ധങ്ങളിൽ കൂടുതൽ സുദൃഢത വരുന്നതായിരിക്കും. ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കുവാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ അഭൂതപൂർവമായ ഇമ്പ്രൂവ്മെൻറ്റ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഇത് മറ്റുള്ളവരെ ആകർഷിക്കുന്നതുമായിരിക്കും. പക്ഷേ പ്രൊഫഷണൽ രംഗത്ത് വളരെ പ്രാക്ടിക്കലായി വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. ജോലിസ്ഥലത്ത് മിസ്റ്റേക്കുകൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആഴ്ചയുടെ മധ്യസമയത്ത് യാത്രകൾ ചെയ്യുന്നതായിരിക്കും. പൊതുകാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുൻകൈയെടുത്ത് ചെയ്യുന്നതുമായിരിക്കും.
വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യ പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. ആഴ്ചയുടെ അവസാനം നല്ലതായിരിക്കും. കുടുംബസ്വത്തിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ അവസാനിക്കുന്നതായിരിക്കും. കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന ബിസിനസ്, അതായത് ഫാമിലി ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ്. ഈ സമയത്ത് വീട്ടിൽ അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇനി പുണർതം 4-ാം പാദം, പൂയം, ആയില്യം അടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം. സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബിസിനസ് രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കാൻ പാടില്ല. ഇത് ചിലപ്പോൾ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുവാൻ സാധ്യതകളുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകളിൽ കുടുങ്ങി തെറ്റായ കാര്യങ്ങൾ വഴി പൈസ സമ്പാദിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം അത് കരിയറിനെയും നിങ്ങളുടെ റെപ്യൂട്ടേഷനെയും ബാധിക്കുവാൻ സാധ്യതകളുണ്ട്. ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും. എല്ലാ കാര്യങ്ങളും വളരെ ആത്മവിശ്വാസത്തോടെ ചെയ്യുന്നതാണ്. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ സാധ്യതകളുണ്ട്. ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും. വലിയ ഓർഡറുകളും മറ്റും ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. ആഴ്ചയുടെ അവസാന സമയത്ത് കുടുംബാംഗങ്ങളുമൊത്ത് യാത്രകൾ ചെയ്യുവാൻ യോഗമുണ്ടാകും. വീക്കെൻഡ് വളരെ ശുഭകരമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി മകം, പൂരം, ഉത്രം 1-ാം പാദം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും. വരുമാനത്തിൽ വർധനവുണ്ടാകും. ഈ സമയത്ത് ധൃതി പിടിച്ചും കൂടുതൽ അന്വേഷിക്കാതെയും നിക്ഷേപങ്ങൾ ചെയ്യുവാൻ പാടില്ല. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും ലെവലിലും വർധനവുണ്ടാകും. സമൂഹത്തിൽ പ്രശസ്തിയും ആദരവും ലഭിക്കുന്നതാണ്. ഒരു പ്രത്യേക വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നതും അത് ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവിന് ഇടയാക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് അനാവശ്യ ചിലവുകളിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം. ആഴ്ചയുടെ മധ്യസമയത്ത് ടെൻഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങളുടെ കാര്യങ്ങളെ ബാധിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും ശാന്തമായി ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ. ക്രോധത്തിലും നിയന്ത്രണം പാലിക്കണം. സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത പുലർത്തണം. ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ പല നെഗറ്റീവ് കാര്യങ്ങളും പോസിറ്റീവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ അവസാനം നല്ലതായിരിക്കും. ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതാണ്. കുടുംബത്തെ മുതിർന്നവരുടെ ഗൈഡൻസും ഈ സമയത്ത് ലഭിക്കുന്നതാണ്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 3 ആയിരിക്കും. അവസാനമായി ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. നിങ്ങളെല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായി ചെയ്തു തീർക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ നിന്നും ലാഭവും ലഭിക്കുന്നതാണ്. കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടും. മാതാപിതാക്കളുടെ എല്ലാ സഹായവും സഹകരണവും ലഭിക്കുന്നതാണ്. ജോലിസ്ഥലത്തും എല്ലാവരുടെയും കോപ്പറേഷൻ ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് നിങ്ങൾ ചെയ്ത അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്രതീക്ഷിത ധനാഗമനവും പ്രതീക്ഷിക്കാവുന്നതാണ്. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. വിശിഷ്ട വ്യക്തികളുമായി കോണ്ടാക്റ്റുകൾ ഉണ്ടാകും. ആഴ്ചയുടെ അവസാനത്തിൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണം. ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 1 ആയിരിക്കും. ഇതാണ് മേടം രാശി മുതൽ കന്നി രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചത്തെ പൊതുവാരഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.